സോണല്ലേ, ഞാൻ 1991 മുന്നേയുള്ള ഇന്ത്യനെ പറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് റിസർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കഥ മ്ഹ്. അല്ലെങ്കിൽ ആ സമയത്ത് സിറ്റുവേഷൻ കാണിക്കുന്ന ഒരു പലരുടെയും എക്സ്പീരിയൻസ് പറയുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. അതായത് ആ സമയത്തൊക്കെ ബജാജ് സ്കൂട്ടർ എന്ന് പറയുന്നത് സ്ത്രീധനായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു. ഞാൻ വായിക്കായിരുന്നു പല ആൾക്കാരും ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ബജാജ് സ്കൂട്ടർ ബുക്ക് ചെയ്യും. കാരണം ഈ കുട്ടിയുടെ കല്യാണം ആകുമ്പോഴേക്ക് ആ സ്കൂട്ടർ ഡെലിവറി ആവും എന്നുള്ളൊരു പ്രതീക്ഷയില്. കാരണം അത്രയും സമയമൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഒരു സ്കൂട്ടറൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ ഇന്ത്യ അങ്ങനത്തെ ഒരു എക്കണോമിക് സിസ്റ്റം ആയിരുന്നു 91 മുന്നേ എന്നുള്ളതൊക്കെയായിരുന്നു ഞാൻ വായിച്ചിരുന്നത്. എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സോണൽ എന്നാണ്. എൻ്റെ കൂടെയുള്ളത് ആനന്ദാണ്. ഈ ആഴ്ച ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്ന ഒരു സംഭവങ്ങളെ പറ്റിയാണ്. പൊതുവെ പോളിസി മേക്കേഴ്സിന്റെ ഒക്കെ കാര്യങ്ങളിൽ ഞങ്ങൾ പൊതുവെ ഇതിനെ വിളിക്കാറുള്ള ഒരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1991 എക്കണോമിക് റിഫോംസ് എന്നൊക്കെയാണ് പൊതുവെ എക്കണോമിസ്റ്റുകളും പോളിസി മേക്കേഴ്സ് ഒക്കെ ഇതിനെ വിളിക്കുന്നത്. അപ്പം എന്താണ് ഈ 1991 ഇത് സംഭവിച്ചത്, എന്താണ് ഈ എക്കണോമിക് റിഫോംസ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. 1991 മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു, 91 ശേഷം ഇന്ത്യ എങ്ങനെയായിരുന്നു? ഇപ്പം 1991 റിഫോംസ് കഴിഞ്ഞിട്ട് ഏകദേശം 30 വർഷമായി. അതിനു മുമ്പ് ഓൾമോസ്റ്റ് ഒരു 40-50 ഇയേഴ്സ് നമ്മൾ ഒരു എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യുമായിരുന്നു. അതിനുശേഷം കുറച്ച് വ്യത്യാസങ്ങളും കാര്യമായ വ്യത്യാസങ്ങളൊക്കെ വരുത്തി നമ്മൾ പുതിയൊരു എക്കണോമിക് സിസ്റ്റത്തിലേക്ക് വന്നു. അതിനുശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ്? തുടക്കത്തിൽ ആനന്ദ് പറഞ്ഞു ഈ ബജാജ് സ്കൂട്ടറിന്റെ വെയിറ്റിംഗ് സമയമൊക്കെ കൂടുതലെടുക്കുന്ന സിറ്റുവേഷനൊക്കെ. അങ്ങനത്തെ ഇഷ്യൂസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? അതിനുശേഷം എന്താണ് സംഭവിച്ചത്? പലപ്പോഴും ചെറുപ്പക്കാരായിരിക്കും നമുക്ക് പലർക്കും, അല്ലെങ്കിൽ 1991 ശേഷം അല്ലെങ്കിൽ അറൗണ്ട് ആ സമയത്ത് ജനിച്ച പലർക്കും അതിന് മുമ്പത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് പലർക്കും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടോ വായിച്ചിട്ടോ ഇല്ല. സോ അത് അറിയുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. സോ ദാറ്റ് ഈവൻ മുന്നോട്ട് പോകുമ്പോഴും അതിനു മുമ്പ് നമുക്കുണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് പഠിക്കാം, ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സോ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. സോ ആദ്യമായി 1991 മുമ്പ് ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്തായിരുന്നു, ഇന്ത്യയിലെ ഒരു എക്കണോമിക് ഒരു പോളിസീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. സോ ആനന്ദേ, എന്തായിരുന്നു 1991 മുമ്പ് ഇന്ത്യയിലെ അവസ്ഥ എന്തായിരുന്നു? ഓക്കെ, ഞാനൊരു ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഒരു എക്കണോമിക് ഹിസ്റ്ററി തുടക്കത്തിൽ പറയാമെന്നാണ് വിചാരിച്ചത്. അതിന് മുന്നേ സോനിൽ പറഞ്ഞതുപോലെ, ഞാൻ കോൾഡ് ഓപ്പണിലും പറഞ്ഞതുപോലെ, ഇന്ത്യ ഒരു വലിയൊരു ഷോർട്ടേജ് ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന സമയമായിരുന്നു. വളരെയധികം സാധനങ്ങൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഈ സ്കൂട്ടറിന്റെ കാര്യം ഒരു എക്സാമ്പിൾ മാത്രമാണ്. പലപ്പോഴും ഒരു വണ്ടി വാങ്ങിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു ഇന്ത്യയിൽ. സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു കുറച്ചും കൂടി പൈസ കൂടുതൽ എന്നൊക്കെയുള്ള സ്റ്റാറ്റിസ്റ്റിക് ഒക്കെ ഉണ്ട് ആ സമയത്ത്. കാരണം സെക്കൻഡ് ഹാൻഡ് വണ്ടി ആകുമ്പോൾ നമുക്ക് ഇമീഡിയറ്റ്ലി കിട്ടുമല്ലോ, ഇത്രയധികം വെയിറ്റിംഗ് പീരീഡ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ പോയി വാങ്ങിക്കാം എന്നൊക്കെയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു പുതിയ വണ്ടികളെക്കാളും കുറച്ചും കൂടി എക്സ്പെൻസീവ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു വന്നിരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ തുടക്കം ആക്ച്വലി ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെയുള്ള ചില എക്കണോമിക് പോളിസീസ് ആയിരുന്നു അതിനൊക്കെ തുടക്കം കുറിച്ചത്. അപ്പൊ നമുക്ക് ആ സമയത്ത് ഒരു സിറ്റുവേഷൻ വെച്ചിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു പുതിയ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജവഹർലാൽ നെഹ്റു ഒക്കെയാണ് ഇത് എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ജവഹർലാൽ നെഹ്റു നോക്കിക്കഴിഞ്ഞപ്പോൾ കുറെ അധികം മോഡൽസ് ഒക്കെ ഉണ്ട് ലോകം മുഴുവന്, എങ്ങനെയൊക്കെയാണ് ഒരു എക്കണോമിക് സിസ്റ്റം ഡിസൈൻ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിൽ ജവഹർലാൽ നെഹ്റുവിനെ വളരെയധികം അട്രാക്ട് ചെയ്ത ഒരു മോഡൽ എന്ന് പറയുന്നത് USSRന്റെ മോഡലായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഉം. പ്ലാൻഡ് ആയിട്ടുള്ള ഓരോ 5 കൊല്ലത്തേക്കും എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ഒക്കെ ആയിരുന്നു നെഹ്റുവിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയി തോന്നിയത്. അതിൽ ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പ്രൈവറ്റ് സെക്ടറൊന്നും അത്ര വലിയ വലിയ ഇൻഡസ്ട്രീസ് ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യയുടെ പ്രോഗ്രസിനൊക്കെ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈവറ്റ് സെക്ടർ കമ്പനികളൊന്നും ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. രണ്ടാമത്, ഇന്ത്യ ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യനെ കോൺകർ ചെയ്തിട്ടാണല്ലോ ഒരു ബ്രിട്ടീഷ് രാജൊക്കെ ഉണ്ടായത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് ഉം. പറഞ്ഞാൽ. അപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിനോടുള്ള ഒരു മിസ്ട്രസ്റ്റും നെഹ്റുവിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. എവിടെയോ എനിക്ക് ഉം. തോന്നുന്നു നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് ടോക്ക് ടു മീ അബൌട്ട് പ്രോഫിറ്റ്സ്, പ്രോഫിറ്റ്സ് ഇസ് എ ഡേർട്ടി വേർഡ്, പ്രോഫിറ്റ്സ് എന്ന് ഉം. പറയുന്ന ഒരു മോശം വേർഡാണ് എന്നൊക്കെ നെഹ്റു എവിടെയോ ഉം. പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് ഇൻഡസ്ട്രികളോട് പൊതുവേ ഒരു മോശം സമീപനമായിരുന്നു നെഹ്റുവിന് ഉണ്ടായിരുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ അതൊക്കെ Yeah. കൊണ്ട് തന്നെ ഗവൺമെന്റ് പരമാവധി എക്കണോമിയിൽ ഇൻവോൾവ് ചെയ്യുന്ന, പരമാവധി വലിയ ഇൻഡസ്ട്രീസ് ഒക്കെ നടത്തുന്ന ഒരു ഇന്ത്യയായിരുന്നു നെഹ്റു സ്വപ്നം കണ്ടിരുന്നത്. അതിന് അദ്ദേഹം Yeah. പ്രധാനമായിട്ട് റിലേ ചെയ്തത് ഈ 5 ഇയർ പ്ലാൻസ് ഒക്കെയാണ്. ഓരോ 5 കൊല്ലവും ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന 5 ഇയർ പ്ലാൻസ്. അങ്ങനത്തെ ഒരു പ്ലാൻഡ് എക്കണോമി ആയിട്ട് ഇന്ത്യനെ മാറ്റിയത് നെഹ്റു ആണ്. അതിൽ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസീസ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 1956 ഒരു ഇൻഡസ്ട്രിയൽ പോളിസി വന്നിരുന്നു.
അതിൽ എ ബി സി കാറ്റഗറിയിലുള്ള ഇൻഡസ്ട്രികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ കാറ്റഗറിയിൽ കുറച്ചും കൂടി ഗവൺമെന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് സെക്ടേഴ്സ്, അതായത് ആംസ് ആൻഡ് അമ്യൂണിഷൻ, സ്റ്റീൽ, ടെലികോം, എയർലൈൻസ് എന്നൊക്കെയുള്ള കുറച്ച് ഇൻഡസ്ട്രീസ് ആയിരുന്നു നെഹ്റു പ്ലേസ് ചെയ്തിരുന്നത്. അത് കുറച്ചും കൂടി ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെഹ്റു വിശ്വസിച്ചിരുന്നത്. എ കാറ്റഗറിയിൽ ഗവൺമെന്റിന് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഗവൺമെന്റിന് മാത്രമേ ഈ ബിസിനസ്സുകൾ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാറ്റഗറി ആയിരുന്നു അത്. ബി കാറ്റഗറിയിൽ കുറച്ച് സ്റ്റേറ്റ് ഡോമിനേഷൻ തന്നെയാണ്, പക്ഷെ ചില പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞൊരു സെക്ടർ ആയിരുന്നു ബി കാറ്റഗറി. അതിൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ്, മെഷീൻ ടൂൾസ്, റോഡ് ട്രാൻസ്പോർട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സി കാറ്റഗറിയിലായിരുന്നു ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നത്. സി കാറ്റഗറിയിൽ കുറച്ചും കൂടി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോസിബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ വളരെ കുറച്ച് ഏരിയകൾ മാത്രമാണ് ഈ സി കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത് എന്നൊരു ഫാക്ടർ ഉണ്ട്. ഇങ്ങനത്തെ 3 ഇൻഡസ്ട്രിയൽ കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ എയിലും ബിയിലും ഒക്കെ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരിക എന്നുള്ളത് നിയർലി ഇമ്പോസിബിൾ ആണ്. വളരെ കുറച്ച് ഏരിയാസ് മാത്രമാണ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പൺ ആക്കി കൊടുത്തത്. അത് നമ്മളൊക്കെ പൊതുവെ പറയുന്ന ഒരു ലൈസൻസ് പെർമിറ്റ് രാജ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി. എന്തിനും ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ലൈസൻസുകളൊക്കെ വേണം എന്നൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി. ഇത് നെഹ്റുവിന്റെ തന്നെ മോള് ഇന്ദിരാഗാന്ധി കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തു, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കി. നമ്മൾ ഈ അടിയന്തരാവസ്ഥയുടെ എപ്പിസോഡിലൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്, ബാങ്കുകളൊക്കെ നാഷണലൈസ് ചെയ്തു. അതായത് ബാങ്കുകൾക്ക് ആർക്ക് ലോൺ കൊടുക്കാം, അത് മിക്കവാറും റൂറൽ ഏരിയാസിൽ കൊടുക്കണം എന്ന് അങ്ങനെ എൻഫോഴ്സ് ചെയ്തു ഇന്ദിരാഗാന്ധി, ബാങ്കുകളൊക്കെ നാഷണലൈസ് ചെയ്തതോടുകൂടി. അങ്ങനെ ഭയങ്കര പാടായി പ്രൈവറ്റ് സെക്ടറിന് ലോൺ കിട്ടുക എന്നുള്ളത് ബാങ്കുകളുടെ നാഷണലൈസേഷൻ കൂടി വന്നപ്പോൾ. അങ്ങനെ പൊതുവെ ഈ കുറേയധികം റിഫോംസ് കൊണ്ട് അവസാനം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രികൾ വരിക എന്നുള്ളത് നിയർലി ഇമ്പോസിബിൾ ആയി. ഇന്ത്യയിൽ ഇൻഡസ്ട്രികൾ നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയി. ഇത് ഞാൻ 2 സ്റ്റോറീസ് വഴി ഒന്ന് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. കാരണം പലപ്പോഴും നമ്മളാരും സോനിൽ പറഞ്ഞതുപോലെ ഞാനൊന്നും 1991 മുന്നേ ഉണ്ടായിരുന്ന ആളല്ല, ജീവിച്ച ആളല്ല. 1991 ശേഷമാണ് നമ്മളൊക്കെ ജനിച്ചത്. എനിക്കൊന്ന് കേൾക്കുന്ന പല ആൾക്കാരും അങ്ങനെ ജനിച്ചവരൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ആ ഒരു എക്സ്റ്റെന്റ് എന്താണ്, എത്ര തീവ്രമാണ് ഈ സിസ്റ്റം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടി 2 സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു. അതിൽ ആദ്യത്തെ സ്റ്റോറി വിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. വിക്സിന്റെ പാരന്റ് കമ്പനി എന്ന് പറയുന്നത് പ്രോക്ടർ ആൻഡ് ഗാംബിൾ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അപ്പോ അതിന്റെ ഹെഡായിരുന്ന ഗുർചരൺ ദാസ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ കേട്ട ഒരു സ്റ്റോറിയാണിത്. 91 മുന്നേ ഉള്ള ഒരു പീരീഡിൽ ഒരു ഫ്ലൂ ഒക്കെ ഇന്ത്യ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ വിക്സ് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലൂവിനൊരു ആശ്വാസം ഉണ്ടാവും എന്നൊക്കെ ആൾക്കാർ കണ്ടതുകൊണ്ട് വളരെയധികം വിക്സ് വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഇത് പൊതുവെ എല്ലാവർക്കും നല്ലതാണ് വിക്സ് ഇൻഹേൽ ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്ക് കുറച്ച് ലാഭവും ഉണ്ടാക്കാമെന്ന് കണ്ടപ്പോൾ വിക്സിന്റെ പ്രൊഡക്ഷൻ പെട്ടെന്ന് അവർ കൂട്ടി. എല്ലാ മെഡിക്കൽ ഷോപ്പിലും കൂടുതൽ വിക്സ് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി അതിനെതിരെ അവർക്കൊരു ക്രിമിനൽ കേസ് നേരിടേണ്ടി വന്നു. കാരണം വിക്സ് എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഗൈഡ് ലൈൻ കൃത്യമായിട്ട് ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിനേക്കാളും കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ ഒരു ക്രിമിനൽ ആക്ഷൻ വന്നു. ഗുർചരൺ ദാസിന് ഇത് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ഇൻസ്പെക്ടറിന് മുന്നിലൊക്കെ പോകേണ്ടി വന്നു. എന്നിട്ട് ഈ പ്രൊഡക്ഷൻ കുറക്കേണ്ടി വന്നു. അപ്പൊ ആക്ച്വലി ഇന്ത്യക്കാർക്ക് വേണ്ട ഒരു മെഡിസിൻ പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതേപോലെ രണ്ടാമത്തെ സ്റ്റോറി, ഇത് നാരായണമൂർത്തിയൊക്കെ പല വേദികളിലും പറയുന്ന ഒരു സ്റ്റോറിയാണ്. അദ്ദേഹം ഇൻഫോസിസിന്റെ ഒക്കെ ഒരു കോ ഫൗണ്ടർ ആണ്. അപ്പൊ ഇൻഫോസിസ് തുടങ്ങിയ സമയത്ത്, ഇൻഫോസിസ് എന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള. അപ്പൊ അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർക്ക് കുറേയധികം കമ്പ്യൂട്ടറുകൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നാരായണമൂർത്തി പറയുന്നത് 50 പ്രാവശ്യം അയാൾക്ക് ഡൽഹിയിൽ പോയി വരേണ്ടി വന്നു. ആള് ബാംഗ്ലൂരാണ് ബിസിനസ് സെറ്റപ്പ് ചെയ്തത്. 50 പ്രാവശ്യം ഡൽഹിയിൽ പോയി വരേണ്ട സാഹചര്യം വന്നു അവർക്ക് വേണ്ട കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയധികം ഡിഫിക്കൽട്ട് ആയിരുന്നു ഓരോ പെർമിഷൻ എടുക്കാനും. വീണ്ടും വീണ്ടും അവർ സംശയം ചോദിക്കുക, അപ്പൊ അതിന്റെ ആവശ്യത്തിന് വീണ്ടും പോവുക. എന്നിട്ട് ഈ 50 പ്രാവശ്യം പോയിട്ട് അവസാനം വാങ്ങിയ കമ്പ്യൂട്ടർ ഇവിടെ എത്തുമ്പോഴേക്കും ആ സിസ്റ്റം കംപ്ലീറ്റ്ലി ഒബ്സല്യൂട്ട് ആയി, പുതിയ ടെക്നോളജി വന്നു എന്നൊക്കെ ഉള്ളതാണ് നാരായണമൂർത്തി പറയുന്നത്. അത്രയധികം ഡിഫിക്കൽട്ട് ആയിരുന്നു ഇന്ത്യയിൽ ഒരു സംഭവം നടത്താൻ വേണ്ടിയിട്ട്, ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്, ഈ ലൈസൻസ് പെർമിറ്റ് രാജൊക്കെ ഉള്ളതുകൊണ്ട്. ഇതിനെപ്പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആക്ച്വലി ഞാൻ ഈ പറയുന്ന മിക്കവാറും സംഭവങ്ങൾ സോഴ്സ് ചെയ്യുന്നതൊക്കെ 1991 പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതി രാജഗോപാൽ എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് നടത്തുന്ന ഒരു വെഞ്ചറാണത്. അതിൽ പോയി കഴിഞ്ഞാൽ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സമയത്തുള്ള സാഹചര്യങ്ങൾ പറയുന്നത്, ആ സമയത്തുള്ള എക്കണോമിക് സിസ്റ്റത്തിനെ പറ്റി പറയുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് റീഡ് ആയിരിക്കും. ഞാൻ എന്തായാലും ഷോ നോട്ട്സിൽ ഇത് ഷെയർ ചെയ്യാം. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത് ആ സമയത്ത് വളരെയധികം ഷോർട്ടേജുകളായിരുന്നു. ഇപ്പൊ ഷോർട്ടേജുകൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതും ഇല്ലീഗലായിരുന്നു പലപ്പോഴും. വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു ഇന്ത്യക്കാർ ആ സമയത്ത് ഫേസ് ചെയ്തിരുന്നത്. ഇതൊക്കെ ലീഡ് ചെയ്തത് അവസാനം ഈ 1990 ഒരു പ്രശ്നത്തിലേക്കാണ്. ഈ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് തുടങ്ങുന്നത് ആക്ച്വലി ഗൾഫ് വാർ ആ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഓയിലിന് ഷോർട്ടേജ് ലോകം മുഴുവൻ ഉണ്ടായി. ഇന്ത്യയിലും ആ ഷോർട്ടേജ് ഉണ്ടായി. അത് കാരണം നമ്മളിപ്പോൾ ഇറാൻ വാറൊക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ പെട്രോളിന്റെ പൈസയൊക്കെ കൂടുന്നതൊക്കെ കണ്ടു. അപ്പൊ അതേപോലത്തെ ഒരു സിമിലർ സിറ്റുവേഷൻ ആ സമയത്തും ഉണ്ടായി. ഈ യുദ്ധം കാരണം ഇവിടേക്ക് ഓയിൽ അത്ര വരാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് പെട്ടെന്ന് ഇന്ത്യയിൽ ഒരു ക്രൈസിസിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. എക്കണോമിക് ആ സമയത്ത് ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്നാണ് നമ്മൾ പൊതുവെ അതിനെ പറയുന്നത്.
കാരണം ഇന്ത്യയുടെ ഫോറിൻ റിസർവ്സ് ഒക്കെ വെച്ചിട്ട് 2 ആഴ്ച മാത്രമേ ഇന്ത്യക്ക് ഇനി സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എസെൻഷ്യൽ ആയിട്ടുള്ള ഇപ്പോൾ ഓയിൽ ആണെങ്കിലും അതൊക്കെ 2 ആഴ്ചത്തേക്കേ വാങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് തന്നെയാണ് ഇന്ത്യയിൽ ആക്ച്വലി ഒരു വലിയൊരു പൊളിറ്റിക്കൽ ടെർമോയിലും ഉണ്ടാവുന്നത്. ഈ സമയത്താണ് ഈ വി.പി. സിംഗ് ഗവൺമെന്റ് വീഴുന്നത്. ഏകദേശം 1989 ആ സമയത്തൊക്കെയാണ്. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് ചന്ദ്രശേഖർ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചു കാലത്തേക്കുള്ള ഒരു ഗവൺമെന്റ് വന്നു. അവരും വീഴുകയാണ്. അതിനുശേഷം ഒരു ഇലക്ഷന് പോകുന്നതിന്റെ ക്യാമ്പയിനിനിടയിലാണ് രാജീവ് ഗാന്ധി അസാസിനേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഉണ്ടായ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾക്ക് നരസിംഹറാവു എന്ന് പറഞ്ഞത്. നരസിംഹറാവുവിന്റെ മന്ത്രിസഭയും ഒരു പ്യുവർ മെജോറിറ്റി ഇല്ലാത്തൊരു മന്ത്രിസഭയായിരുന്നു. അവരുടെ അലയൻസിനെ പുറത്തുനിന്ന് CPM ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർക്ക് ഭരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ പൊളിറ്റിക്കലിയും ഇന്ത്യ ഒരു പ്രശ്നകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഈ ഒരു എക്കണോമിക് പ്രശ്നവും കൂടി വന്നു. അതൊരു വലിയ ക്രൈസിസിലേക്ക് ലീഡ് ചെയ്തു. ആ ക്രൈസിസ് ആണ് പലപ്പോഴും നമ്മൾ വായിക്കുന്നത് ഈ ഒരു റിഫോമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റിഫോമിലേക്ക് മാറി എന്നൊക്കെയുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എനിക്ക് ഈ ഒരു റിഫോംസിനെ പറ്റിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് തരാനുള്ളത്, എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ എക്കണോമിക് സാഹചര്യം എന്നുള്ളത്. ഇൻട്രസ്റ്റിംഗ്. യാ. നീ ആദ്യം നെഹ്റുവിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു. നമ്മുടെ ആദ്യത്തെ ക്യാബിനറ്റും ഇൻഡിപെൻഡൻസ് അതിനകത്തുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ് ആൾക്കാരൊക്കെ ക്യാബിനറ്റിന്റെ ഭാഗമാവുന്നു. അപ്പൊ അങ്ങനെയുള്ള പലരും വളരെ സോഷ്യലിസം ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗവൺമെന്റിന് കുറെ പവേഴ്സ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് കൂടുതൽ എക്കണോമിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് തുടങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഇന്ത്യനെ സെറ്റപ്പ് ചെയ്യണമെന്ന് അഭിപ്രായമുള്ളായിരുന്നു. പക്ഷെ എതിരഭിപ്രായമുള്ള കുറെ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു വശം. റൈറ്റ്. നമ്മള് ചരിത്രം വായിച്ചു മിനു മൻസാനി അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. അല്ലാതെ സി രാജഗോപാലാചാരി, ഈ ലൈസൻസ് പെർമിറ്റ് രാജ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ സി രാജഗോപാലാചാരി കൊണ്ടുവന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷ് രാജ് മാറി, ഇപ്പം വന്നിരിക്കുന്ന ഒരു ലൈസൻസ് പെർമിറ്റ് രാജാന്നാണ് പറഞ്ഞത്. അത് ബ്രിട്ടീഷ് രാജ് നമ്മളെ കുറെ കാര്യം ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പത്തെ രാജ്, അതായത് ലൈസൻസ് പെർമിറ്റ് കിട്ടുന്ന രാജാണ് ഇപ്പത്തെ. എന്ത് ചെയ്യണമെങ്കിലും ലൈസൻസ് വേണം, എന്തിനും പോയി നമ്മൾ പെർമിറ്റ് എടുക്കണം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞൊരു കാര്യം. സോ അതും കൂടെ എനിക്ക് ആഡ് ചെയ്യണം എന്ന് തോന്നി. അപ്പൊ ആനന്ദ് പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിനെ അധികം പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. അത് മാത്രമല്ല, അതിനെ ഭയങ്കരമായിട്ട് പല രീതിയിലും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ തടയുന്ന രീതിയിലുള്ള പോളിസീസ് ഒക്കെയായിരുന്നു ഇന്ത്യയിൽ കുറെ ഉണ്ടായിരുന്നത്. അപ്പം മര്യാദയ്ക്ക് ട്രേഡ് നടക്കുന്നില്ല, എക്സ്പോർട്സ് നടക്കുന്നില്ല, ഇമ്പോർട്ട്സ് നടക്കുന്നില്ല. അപ്പൊ ഇന്ത്യക്ക് ആവശ്യത്തിന് ഫോറിൻ റിസർവ്സ് ഇല്ല. ഫോറിൻ റിസർവ്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഓയിൽ മേടിക്കാനും പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ റിസർവ്സ് ഒക്കെ തീർന്ന് 1990 ആയപ്പോഴത്തേനും നമ്മൾ വളരെ കുറച്ച് റിസർവ്സ് ഉള്ള അവസ്ഥയിലോട്ട് എത്തി. അപ്പം ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തി. റൈറ്റ്. പക്ഷെ ഈ അവസ്ഥ ആക്ച്വലി മുമ്പേ കുറച്ച് എക്കണോമിസ്റ്റുകളും ഗവൺമെന്റിലുണ്ടായിരുന്ന ബ്യൂറോക്രാറ്റ്സ് ഒക്കെ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഈ അവസ്ഥ ഒരു ദിവസം വരും എന്നവര് കണ്ട് അതിനുവേണ്ടി അവർ പ്രിപ്പയർ ചെയ്തിരുന്നു എന്നാണ് എന്റെ മനസ്സിലാക്കൽ. സോ അതിന് മുമ്പ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്കും കുറച്ച് പേര് അതിന്റെ പുറകിൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ കോണ്ടെക്സ്റ്റും കൂടി ഒന്ന് പറയാമോ ആനന്ദേ? ഇതിനെപ്പറ്റി ഈ 1991 നമ്മൾ പൊതുവെ 3 ടൈപ്പ് ഓഫ് റിഫോംസ് ആണ് ഉണ്ടായെന്ന് പറയുന്നത്. ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്നൊക്കെ പറയുന്നത്, പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം എന്നൊക്കെ പറയുന്ന 3 തരത്തിലുള്ള റിഫോംസ് ആണ് ഇന്ത്യയിൽ ഉണ്ടായത്. അപ്പോൾ പൊതുവെ ഞാനൊക്കെ ഇതിനെപ്പറ്റി ആദ്യം വായിക്കുമ്പോൾ കേട്ട ഒരു സംഭവം, ഈ 91 ഇങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടാവുന്നു. IMF കുറച്ച് നമുക്ക് ലോൺ തരുന്നു ഈ ഫിനാൻഷ്യൽ പ്രശ്നം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ IMF കുറെ കണ്ടീഷൻസ് വെക്കുന്നു. ആ കണ്ടീഷൻസ് ഇന്ത്യ ഫോളോ ചെയ്യുന്നു ബ്ലൈൻഡ് ആയിട്ട് എന്നൊക്കെയുള്ളതാണ് ഞാൻ പൊതുവെ കേട്ടത്. അപ്പൊ IMF-നെ പറ്റി പല ആൾക്കാരും ക്രിട്ടിസൈസ് ചെയ്തിട്ടൊക്കെ ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും കുറെ കാലം അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. എനിക്ക് ആക്ച്വലി ഭയങ്കര ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ട് തോന്നിയ ഒരു പുസ്തകം എന്ന് പറയുന്നത് നരസിംഹറാവുവിന്റെ ഒരു ബയോഗ്രഫി ഉണ്ട്, ഹാഫ് ലയൺ എന്ന് പറഞ്ഞിട്ട് വിനയ് സീതാപതി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയതാണ്. അതിൽ ആക്ച്വലി നരസിംഹറാവുവിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും കുറെ അധികം ഈ റിഫോം പ്രോസസ്സ് എങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതെനിക്ക് വളരെ ഒരു ഐ ഓപ്പണിംഗ് സംഭവമായിരുന്നു. കാരണം കുറെ പേര് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ റിഫോം നടത്താൻ വേണ്ടിയിട്ട്. അവർക്ക് കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി ഫോം ചെയ്ത കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു എങ്ങനെ രാജ്യത്തിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത്. അതിലെനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് മൻമോഹൻ സിംഗിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. കാരണം നെഹ്റു ഓൾറെഡി ഒരു ട്രേഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസീസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ 1964 മൻമോഹൻ സിംഗ് PhD തീസിസ് എഴുതുന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് നെഹ്റുവിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഇന്ത്യ ട്രേഡിന് അധികം കൺട്രോൾ ചെയ്യരുത്, ട്രേഡ് ചെയ്യുന്നതാണ് ഇന്ത്യക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു PhD തീസിസ് ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗിന്റെ. ആക്ച്വലി ഇതിൽ മൻമോഹൻ സിംഗിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ വലുതാണ്. നമ്മൾ പലപ്പോഴും ഇപ്പോഴൊക്കെ മൻമോഹൻ സിംഗിനെ കുറെ പേരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, സൈലന്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്തതൊക്കെ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല എന്നൊക്കെയുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഞാനത് കുറച്ചൊരു എക്സാമ്പിൾ വഴി പറഞ്ഞുതരാം. അതിന് മുന്നേ മൻമോഹൻ സിംഗ് എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങിയത് ട്രേഡ് മിനിസ്ട്രിയിൽ ഒരു അഡ്വൈസർ ആയിട്ടാണ്, എക്കണോമിക് അഡ്വൈസർ ആയിട്ടാണ്.
അദ്ദേഹം അതിനുശേഷം 1972 ചീഫ് എക്കണോമിക് അഡ്വൈസർ ആവുന്നുണ്ട്. 76 ഫിനാൻസ് സെക്രട്ടറി ആവുന്നുണ്ട്. 82 RBIയുടെ ഗവർണർ ആവുന്നുണ്ട്. നമ്മൾ ഈ നോട്ടൊക്കെ ഒപ്പിടുന്ന പൊസിഷനിലാവുന്നുണ്ട്. അതിനുശേഷം 85 പ്ലാനിംഗ് കമ്മീഷന്റെ, നമ്മൾ 5 കൊല്ലത്തെ പ്ലാനുകളാണ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആവുന്നുണ്ട്. അതൊക്കെ ലീഡ് ചെയ്ത അവസാനം 91 ഫിനാൻസ് മിനിസ്റ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിനെ പറ്റി അത്ര അധികം അറിയുന്ന വേറൊരു വ്യക്തി ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിന് അത്രയും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഈ എല്ലാ പൊസിഷനിൽ വരുന്നത്. ഇന്ത്യയുടെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോർട്ട്ഫോളിയോയും അദ്ദേഹം കൈകാര്യം ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഉള്ളത്. മൻമോഹൻ സിംഗ് ഒക്കെ മരിച്ച സമയത്ത് വന്നൊരു ആർട്ടിക്കിൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ശ്രുതി രാജഗോപാൽ എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് ഒക്കെ ട്രിബ്യൂട്ട് ആയിട്ട് എഴുതിയതാണ്. അതിൽ പറഞ്ഞത് മൻമോഹൻ സിംഗ് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മൻമോഹൻ സിംഗിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അടിപൊളി ടാലന്റ് സ്കൗട്ട് ആയിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. അതായത് കൃത്യമായിട്ട് ടാലന്റ് മനസ്സിലാക്കി ആൾക്കാരെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളതാണ് അവർ പറയുന്നത്. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം മോണ്ടെക് സിംഗ് ആലുവാലിയ എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റിനെ US നിന്ന് പരിചയപ്പെടുന്നുണ്ട് മൻമോഹൻ സിംഗ്. ആക്ച്വലി മോണ്ടെക് സിംഗ് ആലുവാലിയ ആയിരുന്നു ഈ റിഫോംസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത്. ഫിനാൻസ് സെക്രട്ടറി എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്ററിലുള്ള ബ്യൂറോക്രാറ്റ് ലെവലിലുള്ള ഏറ്റവും ഹയസ്റ്റ് പൊസിഷനാണ്. അപ്പോൾ പുള്ളി US പഠിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് മീറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പൊട്ടൻഷ്യലൊക്കെ മനസ്സിലാക്കിയിട്ട് പുള്ളിനെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. മോണ്ടെക് സിംഗ് ആലുവാലിയും മൻമോഹൻ സിംഗ് കൂടിയിട്ട് ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ട്. മോണ്ടെക് സിംഗ് ആലുവാലി ഓൾറെഡി ഗവൺമെന്റ് മെഷീനറിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഡോക്യുമെന്റ് ഇന്റേണൽ സർക്കിൾസിൽ മാത്രം റിലീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്ലി ഇറക്കിയിട്ടില്ല. പക്ഷേ മിനിസ്ട്രി ലെവലിലൊക്കെ അവർ എഴുതിയിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡോക്യുമെന്റ് ഇന്ത്യ എങ്ങനെയൊക്കെയാണ് റിഫോംസ് കൊണ്ടുവരേണ്ടത് എക്കണോമിയിൽ എന്നൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഞാൻ അതും ഷോ നോട്ട്സിൽ ഷെയർ ചെയ്യാം. ഡോക്യുമെന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് പബ്ലിക്ലി. അപ്പോൾ അതൊരു ബാക്ക്ഗ്രൗണ്ട് വർക്കാണ്. പിന്നെ മൻമോഹൻ സിംഗ് തിരിച്ചു കൊണ്ടുവന്ന വേറൊരാൾ രാകേഷ് മോഹൻ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം ഇൻഡസ്ട്രി പോളിസി ഒക്കെ ഉണ്ടാക്കിയ ഒരു എക്കണോമിസ്റ്റ് ആണ്. ഇന്ത്യയുടെ ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഒക്കെ 91 ക്രിയേറ്റ് ചെയ്ത ഒരു എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം കമാൻഡ്സ് ആൻഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു പേപ്പർ 1990 എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളീനെയും തിരിച്ചു കൊണ്ടുവന്ന മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ മൻമോഹൻ സിംഗിന്റെ ഒരു ടീമിനെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ, എന്തൊക്കെയാണ് ഇന്ത്യ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രംഗരാജൻ എന്ന് പറഞ്ഞൊരു ബാങ്കിങ് റിഫോംസിലൊക്കെ വർക്ക് ചെയ്ത ആളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനെയും മൻമോഹൻ സിംഗ് ആണ് തിരിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അധികം എക്കണോമിസ്റ്റുകൾ ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഹെഡായിട്ട് മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ 1991 ഈ ഒരു ക്രൈസിസ് ഉണ്ടായ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു ഈ ക്രൈസിസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ ക്രൈസിസും ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടേൺ ഔട്ട് ചെയ്യണമെന്നൊന്നുമില്ല. മോശം രീതിയിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പല രാജ്യങ്ങളും കൊളാപ്സ് ആയി പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ എക്കണോമിക് സിസ്റ്റം കൊളാപ്സ് ആകുമ്പോൾ. ഇന്ത്യ പക്ഷെ വളരെ നല്ലോണം പ്രിപ്പയർഡ് ആയിരുന്നു. ഇന്ത്യക്ക് ഈ സെറ്റ് ഓഫ് ആൾക്കാർ ഓൾറെഡി അവൈലബിൾ ആയിരുന്നു, അവരുടെ ഐഡിയാസ് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിരുന്നു ഇന്ത്യക്ക് ആ റിഫോംസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഈ റിഫോംസ് പ്രോസസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നരസിംഹറാവു എന്ന് പറഞ്ഞൊരു പ്രൈം മിനിസ്റ്ററിനെ പറ്റിയിട്ട്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് ഇതിൽ. അദ്ദേഹമാണ് ഒരു പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഒക്കെ ഉണ്ടാക്കിയത്. കാരണം പലപ്പോഴും ഇത് ആൾക്കാരെ കൺവിൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഡിഫിക്കൽട്ടാണ്. പ്രൈവറ്റൈസ് ചെയ്യുക, ഗ്ലോബലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്ന സാധനമാണ്. അപ്പൊ അത് നരസിംഹറാവു അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ ഉള്ളിലും കോൺഗ്രസിന്റെ ഉള്ളിലും ഒപ്പോസിഷന്റെ ഇടയിലും ഒക്കെ അതിനെ എന്താ പറയാ, അതിന് അത്ര വലിയൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ബ്ലോക്ക് ഒന്നും കൊണ്ടുവരാതെ അദ്ദേഹം നടത്തി എന്നൊക്കെ പറയുന്നത് വളരെ ഒരു റിമാർക്കബിൾ അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതും മൈനോറിറ്റി ഇല്ലാത്തൊരു മെജോറിറ്റി ഇല്ലാത്തൊരു ഗവൺമെന്റ്, മൈനോറിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഗവൺമെന്റ്, അപ്പുറത്ത് CPM ഒക്കെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലും പ്രൈവറ്റൈസ് ചെയ്യുന്ന ഒരു എഫേർട്ടിലേക്കൊക്കെ കൊണ്ടുപോയത് വളരെ ഒരു റിമാർക്കബിൾ അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നരസിംഹറാവിനെ പറ്റി നമ്മൾ വേറൊരു എപ്പിസോഡ് പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ ഒരു ടീം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു നരസിംഹറാവുവിന് ഈസിലി ഇതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ളതാണ് എനിക്ക് പറയാൻ തോന്നിയത്. നൈസ്, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ. അപ്പം മൻമോഹൻ സിംഗും മോണ്ടെക് സിംഗ് അലുവാലിയും ചിദംബരം, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം നരസിംഹറാവുവിന്റെ ലീഡർഷിപ്പിലുള്ള ആ ടീം, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചുപേരെങ്കിലും മുമ്പേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു പല എഫേർട്സിന്റെയും ഒരു റിസൾട്ട് ആയിട്ടാണ് 1991 എക്കണോമിക് റിഫോംസ് വന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റിൽ എന്താണ് ഈ എക്കണോമിക് റിഫോംസ്, എന്താണ് പ്രത്യേകിച്ച് സംഭവിച്ചതെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. സോ നമുക്ക് അതിനകത്തോട്ട് കിടക്കാം. സോ മെയിൻ ആയിട്ട് ഈ റിഫോംസിന്റെ സമയത്ത് നടന്ന സംഭവം 3-4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നടന്നത്.
അതിനകത്ത് നമ്മൾ ഒന്നും കൂടെ പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്രൈസിസ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആവശ്യത്തിന് ഫോറിൻ റിസർവ്സ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യക്ക് ആവശ്യത്തിന് ഫോറിൻ റിസർവ്സ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ഓയിൽ പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് മേടിക്കാൻ പറ്റൂ, ഇന്ത്യക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പ്രശ്നം. എന്തുകൊണ്ട് ഇന്ത്യക്ക് ഫോറിൻ റിസർവ്സ് ഇല്ല? കാരണം ഇന്ത്യയിലെ മര്യാദയ്ക്ക് എക്സ്പോർട്സ് നടക്കുന്നില്ല. എക്സ്പോർട്സ് നടന്നാലേ ഇന്ത്യയിലേക്ക് ഫോറിൻ റിസർവ്സ് വരുള്ളൂ. ആ ഫോറിൻ റിസർവ്സ് വെച്ചാണ്, ഫോറിൻ റിസർവ്സ് എന്ന് പറയുകയാണെങ്കിൽ ഡോളേഴ്സ് ഒക്കെ നമ്മുടെ RBIയിൽ ഉണ്ടെങ്കിലാണ്, ആ പൈസ കൊണ്ടാണ് നമുക്ക് പിന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഇത് ഇന്ത്യക്ക് മര്യാദയ്ക്ക് നടക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ മര്യാദയ്ക്ക് പ്രൈവറ്റ് സെക്ടർ ഇല്ല. നമ്മുടെ എക്സ്പോർട്സും ഇമ്പോർട്ട്സ് ഒക്കെ നമ്മൾ പല രീതിയിൽ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഫിനാൻസ് ടീം, നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ചെയ്ത ഒന്നാമത്തെ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ റുപ്പി ഡീവാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്? അതായത് നമ്മളിപ്പം 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് $1 കിട്ടുമെങ്കിൽ അത് 150 രൂപ കൊടുത്താൽ $1 കിട്ടുന്ന രീതിയിലാക്കുകയാണെങ്കിൽ അതിനാണ് ഡീവാല്യൂ ചെയ്യുക എന്ന് പറയുക. റുപ്പിയുടെ വാല്യൂ കുറയുകയാണ്. റൈറ്റ്? കൂടുതൽ റുപ്പി ഉണ്ടെങ്കിലേ നമുക്കൊരു $1 മേടിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഈ റുപ്പീന്റെ വാല്യൂ ഡീവാല്യൂ ആവുമ്പോൾ എക്സ്പോർട്സ് കുറച്ചും കൂടെ എളുപ്പമാവും. റൈറ്റ്? അതാണ് ഡീവാല്യൂ ചെയ്യുന്നതിന്റെ അർത്ഥം. അപ്പം ഇന്ത്യയിൽ പൊതുവെ റുപ്പിയുടെ വാല്യൂ ഇടിയുക എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്തോ നശിക്കുന്ന പോലെയാണ് പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട്. റൈറ്റ്? ഇന്ത്യയുടെ റുപ്പിയുടെ വാല്യൂ ഇടിയുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ റുപ്പിയുടെ വാല്യൂ കൂടുന്നു പറയുമ്പോൾ ഇന്ത്യ ശക്തരായി തീർന്നു ഒക്കെയാണ്. റൈറ്റ്? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു റുപ്പിയുടെ വാല്യൂ ഇടിയുമ്പോഴോ കൂടുമ്പോഴോ അങ്ങനെ നമുക്കത് ഇന്ത്യ ശക്തിയായിട്ടിരിക്കുന്നു എന്നോ ഇന്ത്യ വീക്ക് ആവുന്നു എന്ന് നമുക്ക് ശരിക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. റൈറ്റ്? അതിന് പല വശങ്ങളുണ്ട്. അത് അത്രയും ക്ലീൻ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു വരയൊന്നുമല്ല. അപ്പം ആ സമയത്ത് റുപ്പിയുടെ വാല്യൂ ഒരു ഡീവാല്യൂ ചെയ്തു. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പോർട്സ് നടക്കാനും, എക്സ്പോർട്സ് നടന്നു കഴിഞ്ഞാൽ കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലൂടെയാണ്. പക്ഷേ റുപ്പിയുടെ വാല്യൂ ഡീവാല്യൂ ചെയ്താൽ മാത്രം പോരാ. കൂടുതൽ എക്സ്പോർട്സും കാര്യങ്ങളും നടക്കണമെങ്കിൽ ഇന്ത്യയിൽ എക്സ്പോർട്സ് അനുവദിക്കുന്ന രീതിയിലുള്ള കുറച്ച് പോളിസീസ് വേണം. ഇതിനു മുമ്പ് നമ്മുടെ ട്രേഡിനെ നമ്മൾ അധികം പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിലൊക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സോ ട്രേഡിനെ ലിബറലൈസ് ചെയ്യാനൊരു മൂവാണ് രണ്ടാമത് നടത്തിയത്. റൈറ്റ്? അപ്പം നേരത്തെ ആനന്ദ് പറഞ്ഞ പോലെ ഈ ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷനകത്ത് മെയിനായിട്ട് നടന്ന ഒരു കാര്യം ഈ ട്രേഡിന്റെ ലിബറലൈസേഷൻ ആണ്. ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. എന്താണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൈറ്റ്? ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആമസോണിൽ ഒരു ബുക്ക് മേടിക്കണം. റൈറ്റ്? ഇപ്പൊ ഇന്ത്യയിലെ ഒരു പബ്ലിഷറും ആ ബുക്ക് ഇറക്കുന്നില്ല എന്ന് വിചാരിക്കുക. റൈറ്റ്? പലപ്പോഴും നമുക്ക് ആമസോണിൽ ഒരു ബുക്കൊക്കെ നോക്കുമ്പോൾ കാണാം 7,000 രൂപ 8,000 രൂപ എന്നൊക്കെ കാണും. റൈറ്റ്? പൊതുവെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പുറത്തെ ഒരു പബ്ലിഷറാണ് ഇത് ഇറക്കുന്നത്, ഇന്ത്യയിലേക്ക് എത്തിക്കണം, അതിനുള്ള ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാരണമായിരിക്കും. അപ്പൊ നമുക്ക് പുറത്തുനിന്നൊരു ബുക്ക് മേടിക്കണം, ഇന്ന് നമുക്ക് ആമസോണിൽ ഓർഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡർ മനസ്സിലാക്കിയിട്ട് ബാങ്ക് ആ ഓർഡർ ഉള്ള കൺട്രിയിലോട്ട് അതിന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഡോളേഴ്സിലോട്ടോ പൗണ്ട്സിലോട്ടോ എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്താൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സും കാര്യങ്ങളൊക്കെ അതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. പുറത്തുനിന്നൊരു സാധനം മേടിക്കണമെങ്കിൽ ഇതുപോലെ നമ്മുടെ പൈസ ആ രാജ്യത്തിലെ പൈസയായിട്ട് കൺവേർട്ട് ആയിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് എത്തണം. ഇങ്ങനെ നമുക്ക് പുറത്തുനിന്നൊരു സാധനം മേടിക്കാൻ ഇന്ന് പറ്റും. അന്നത്തെ സാഹചര്യത്തിൽ പുറത്തുനിന്നൊരു സാധനം നമ്മൾ മേടിക്കണമെങ്കിൽ അത്ര എളുപ്പത്തിൽ നമുക്ക് പറ്റത്തില്ല. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്ക് ഇന്ത്യൻ റുപ്പി വേറൊരു കറൻസിയിലേക്ക് മാറ്റാൻ അത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതാണ് അതിന്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇൻഫോസിസിന്റെ ഒക്കെ എക്സാമ്പിൾ പോലെ ആനന്ദ് പറഞ്ഞ പോലെ എല്ലാ പ്രൊഡക്ട്സും ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് സമ്മതിക്കൂല. ചില പ്രൊഡക്ട്സ് മാത്രമേ ഗവൺമെന്റ് ഇമ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ബാക്കി പ്രൊഡക്ട്സിനൊക്കെ ഭയങ്കര താരിഫ്സ് ആണ്. റൈറ്റ്? ഭയങ്കര ടാക്സ് ആണ്. നമ്മൾ ഇന്ന് കസ്റ്റംസ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ ചില സാധനങ്ങളുടെ ടാക്സ് 100% മുതൽ 350% വരെയൊക്കെ ആയിരുന്നു പലപ്പോഴും ടാക്സ് ഉണ്ടായിരുന്നത്. റൈറ്റ്? അപ്പൊ ഇങ്ങോട്ടൊരു പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ തന്നെ അതിന്റെ താരിഫ്സ് ഭയങ്കര ഹൈ ആണ്. ചില പ്രൊഡക്ട്സ് മാത്രമേ താരിഫ്സ് ഗവൺമെന്റ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മെയിൻ ആയിട്ട് ഗവൺമെന്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ കൺട്രോളുകൾ മാറ്റി ഫോറിൻ എക്സ്ചേഞ്ച് കുറച്ചും കൂടെ എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. താരിഫ്സ് കുറച്ചു. അങ്ങനെ ഗ്ലോബലി ഉള്ള പല കൺട്രീസുമായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം, കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ മുമ്പത്തെക്കാട്ടും എന്നുള്ള സിറ്റുവേഷനിൽ ഗവൺമെന്റ് എത്തിച്ചു. ഇത് കാരണം മെയിൻ ആയിട്ട് 2 കാര്യമാണ് സംഭവിച്ചത്. ഇന്ന് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിൽ ലോകത്തുള്ള പല കമ്പനീസിന്റെയും പല ബ്രാൻഡുകളുടെയും സാധനം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. റൈറ്റ്? അതിന്റെ ഒരു വലിയ കാരണം ഈ ലിബറലൈസേഷൻ ആണ്. റൈറ്റ്? 1991 മുതൽ മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ പേരൻസിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും ചോയ്സുകൾ നമ്മൾ കൺസ്യൂമേഴ്സിന് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. റൈറ്റ്? നമ്മൾ കാറ് മേടിക്കുകയാണെങ്കിൽ 1 2 ഇപ്പം അംബാസഡർ ഉണ്ടാവും, പ്രീമിയർ പത്മിനി, അതുപോലത്തെ അല്ലെങ്കിൽ മാരുതി ഉണ്ടാവും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ പോവുകയാണെങ്കിൽ 100 ഓപ്ഷൻസ് നമുക്കുണ്ട്. അതിനകത്ത് തന്നെ ചീപ്പ് മുതൽ വെരി എക്സ്പെൻസീവ് ഓപ്ഷൻ വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതുപോലെ കൺസ്യൂമേഴ്സിന്റെ ചോയ്സ് കൂടുക എന്നുള്ളൊരു സംഭവമാണ് ഒന്നാമത് നടന്നത്. രണ്ടാമത് നടന്നത് ഈ പുറത്ത് രാജ്യങ്ങളിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള പല ഇൻഡസ്ട്രികൾക്കും കമ്പനികൾക്കും
അവരുടെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പുറത്തുനിന്നുള്ള ക്വാളിറ്റി സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇൻഫോസിസിനെ പറ്റി ആനന്ദ് പറഞ്ഞ പോലെ ഇൻഫോസിസ് പുറത്തേക്ക് IT സർവീസുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് അവരുടെ സ്പീഡിൽ അവരുടെ സർവീസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ സ്പീഡിലുള്ള കമ്പ്യൂട്ടറുകൾ അവർക്ക് വേണം. അപ്പോൾ പുറത്തുനിന്ന് കുറച്ച് കമ്പ്യൂട്ടേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരണം, അതാണ് ഓരോ ഓപ്ഷൻ. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കമ്പ്യൂട്ടറുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ കമ്പ്യൂട്ടറുകൾക്ക് അത്രയും ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് അവരുടെ സർവീസിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് അവർ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിന് പലപ്പോഴും ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. അപ്പൊ ഇന്ത്യയിലെ കമ്പനികളുടെ എഫിഷ്യൻസി കുറച്ചും കൂടെ കൂടി എന്നുള്ളൊരു സംഭവമാണ് രണ്ടാമത് നടന്നൊരു കാര്യം. അപ്പം ഇതുപോലെ ട്രേഡിനെ ലിബറലൈസ് ചെയ്തു. എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമാക്കുക എന്നുള്ളതാണ് 1991 നടന്ന ഒരു പോളിസി. അതേ സമയത്ത് ഇങ്ങനെ കറൻസിനെ ഡിവാല്യൂ ചെയ്യുന്ന സമയത്തും ട്രേഡിനെ ലിബറലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന വളരെ സോഷ്യലിസ്റ്റ് മൈൻഡഡ് ആയ ആൾക്കാർക്ക് ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്, ഇന്ത്യയുടെ ശക്തി നശിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലൊരു നോ കോൺഫിഡൻസ് മോഷനൊക്കെ നമ്മുടെ പാർലമെന്റിൽ വന്നു. നരസിംഹറാവുവിന് അത് ഭയങ്കര വലിയ ചലഞ്ചായിരുന്നു. പക്ഷേ വളരെ ബുദ്ധിപരമായി അദ്ദേഹം അതിനെ ഡീൽ ചെയ്തു. അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ മുമ്പ് വരുന്ന ഒരു എപ്പിസോഡിൽ ഞങ്ങൾ നരസിംഹറാവുവിനെ പറ്റി സംസാരിക്കുമ്പോൾ കൂടുതൽ പറയാം. വേറൊരു കാര്യം ഇന്ത്യയിലെ പോളിസി രീതി നടന്നത് ഇൻഡസ്ട്രിയൽ ഡീലൈസൻസിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഇതിനു മുമ്പ് ആനന്ദ് പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ നമുക്ക് പോയി ലൈസൻസ് എടുക്കണം. ചില ഇൻഡസ്ട്രികൾക്ക് മാത്രമേ എളുപ്പമായിട്ട് തുടങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ചെറിയ ഇൻഡസ്ട്രീസിന്, ഒരു 10-15 എംപ്ലോയീസ് ഉള്ള ഇൻഡസ്ട്രീസിന് എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ വലിയ ഇൻഡസ്ട്രീസ് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ലൈസൻസ് എടുക്കണം, പെർമിറ്റ്സ് എടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ചും കൂടെ ഗവൺമെന്റ് എളുപ്പമാക്കി കൊടുത്തു. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞാനിപ്പം കൊച്ചിയിലാണ് താമസിക്കുന്നത്. കൊച്ചിയിൽ ഞാൻ മനസ്സിലാക്കി ഇവിടെ എല്ലാവർക്കും ഒരു ഹോസ്റ്റലിലേക്ക് കുറെ പിള്ളേർ വരുന്നുണ്ട്. റൈറ്റ്. അപ്പൊ കുറെ ഹോസ്റ്റലുകളിലേക്ക് പിള്ളേർ വരുന്നുണ്ട്. അവർക്കൊക്കെ എനിക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങണം. ഓക്കെ, ഞാൻ 1500 പേരെ എംപ്ലോയി ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അലുമിനിയം സ്റ്റീലോ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഒരു നീഡ് ഞാൻ കാണുന്നു, അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ലോക്കൽ നീഡ്സിനെ മനസ്സിലാക്കാൻ ഇവിടെ ലോക്കലായ ആൾക്കാർക്കൊക്കെ ഒരു പരിധി വരെ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ലോക്കലായ ഇൻഫർമേഷൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇൻഡസ്ട്രീസ് പൊതുവെ തുടങ്ങുന്നത്. ലോക്കലി ഒരു ഗ്യാപ്പ് കാണുന്നു, നമ്മൾ അതിനനുസരിച്ച് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഐഡിയ വെച്ച് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇതിന് ലൈസൻസ് ഏർപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ലൈസൻസ് എടുത്ത് ഡൽഹിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അപ്ലൈ ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന ആൾ ചിന്തിക്കുന്നു, ഇന്ന ഒരു സ്ഥലത്ത് ഇന്ന കമ്പനിയുടെ ആവശ്യമുണ്ടോ, അതുകൊണ്ട് നാടിന് ഗുണമുണ്ടോ എന്ന് അയാൾ തീരുമാനിച്ച് സെൻട്രലി അദ്ദേഹം വിചാരിക്കുന്നു. ഗുണമില്ലെങ്കിൽ കട്ട്, ഗുണമുണ്ടെങ്കിൽ സമ്മതിക്കുക. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാണോ ഇവിടെ ലോക്കലി ഉള്ള ആൾക്കാണോ ഒരു കമ്പനി തുടങ്ങുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഫണ്ടമെന്റലി ഇവിടെ വരുന്ന ഒരു ചോദ്യം. 1991 റിഫോംസിന്റെ സമയത്ത് അവർ തീരുമാനിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, ലോക്കലി ആൾക്കാർക്ക് തീരുമാനിക്കാം, ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ ഇത്രയും ലൈസൻസുകളും പെർമിഷനും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, അത് കുറച്ചും കൂടി എളുപ്പമാക്കി കൊടുക്കാം എന്നുള്ള തീരുമാനമാണ് അന്ന് എടുത്തത്. കാരണം അവരെടുക്കാനുള്ള കാരണം കൂടുതൽ ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിലേ കൂടുതൽ എക്സ്പോർട്സ് നടക്കുള്ളൂ, കൂടുതൽ എക്സ്പോർട്സ് ഉണ്ടെങ്കിലേ കൂടുതൽ ഫോറിൻ കറൻസി ഇന്ത്യയിലേക്ക് വരുള്ളൂ എന്നുള്ള തീരുമാനങ്ങളൊക്കെയാണ്. വേറൊരു കാര്യം അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റുപ്പി ഡിവാല്യൂ ചെയ്യുന്നു, ട്രേഡ് ലിബറലൈസ് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ ഡീലൈസൻസിങ് നടത്തുന്നു. അതിനുശേഷം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ്, പുറത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് വരുന്നത് അലോ ചെയ്യുക എന്നുള്ളതായിരുന്നു. മുമ്പും ഇത് സമ്മതിക്കപ്പെട്ടിരുന്നു, ഇത് സമ്മതിച്ചിരുന്ന കാര്യമായിരുന്നു, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലേക്ക് വരായിരുന്നു. പക്ഷെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒത്തിരി കടമ്പകൾ കടന്നേ അവർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പൊ അത് എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് FDI, അതൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് എളുപ്പമാക്കി കൊടുത്തു. ഇതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഹുണ്ടായിയോ ടൊയോട്ടയോ സാംസങ്ങോ LGയോ അങ്ങനത്തെ കമ്പനീസിനൊക്കെ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും, ഇന്ത്യയിൽ അവരുടെ പ്ലാൻസ് തുടങ്ങാൻ പറ്റുന്നതും, അവരുടെ ഫാക്ടറീസ് തുടങ്ങാൻ പറ്റുന്നതിന് കാരണമായി തീർന്നത്. റൈറ്റ്. അപ്പം ഇതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. റൈറ്റ്. അപ്പം ഇപ്പം ഇന്ത്യയിലേക്ക് ഒരു പുതിയ കമ്പനി വരികയാണ്. ഫോർ എക്സാമ്പിൾ ടൊയോട്ട വളരെ ഫേമസ് ആയ ഒരു ജാപ്പനീസ് കമ്പനിയാണല്ലോ. അപ്പം ടൊയോട്ട ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ടൊയോട്ട ഫേമസ് ആയിരിക്കുന്നത് അവരുടെ വളരെ നൂതനമായ ടെക്നോളജികൾക്കാണ്. 1, 2, അവരുടെ ഭയങ്കര എഫിഷ്യന്റ് ആയ മാനേജ്മെന്റ് പ്രാക്ടീസുകൾക്കാണ്. അവരുടെ എംപ്ലോയീസിന്റെ ബെസ്റ്റ് ഔട്ട്കംസ് കൊണ്ടുവരാൻ അവരുടെ കമ്പനിക്ക് പറ്റും എന്ന് പലപ്പോഴും പേര് കേട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ടൊയോട്ട. അപ്പം ടൊയോട്ട ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഓൾറെഡി കുറച്ച് കമ്പനികളുണ്ട്. ഇപ്പൊ അംബാസിഡർ പോലത്തെ കമ്പനിയുണ്ട്. അപ്പൊ അംബാസിഡർ കമ്പനിക്കാർക്ക് നോക്കുന്ന സമയത്ത്, ഇപ്പൊ ഞങ്ങളും ഒരു കമ്പനി നടത്തുന്നതാണ് 90 പോളിസി കളക്റ്റീവ്. ഞങ്ങളും ഞങ്ങളുടെ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ബാക്കി കമ്പനീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ പ്രൊഡക്റ്റ് എന്താണ്, അവരെന്താണ് നന്നായി ചെയ്യുന്നത്, അവരുടെ അടുത്ത് ഞങ്ങൾക്ക് എന്ത് പഠിക്കാം എന്ന് ഞങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. അതാണ് ഏത് കമ്പനി നടത്തുന്നയാൾക്കും, ഏത് കട നടത്തുന്നയാൾക്കും, ഏത് ബിസിനസ് നടത്തുന്നയാൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ടൊയോട്ട എന്നൊരു കമ്പനി ഇന്ത്യയിലോട്ട് വരുമ്പോൾ അംബാസിഡർ കമ്പനിക്കാർ നോക്കുന്നുണ്ട്, ഇവരെന്താണ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത്, ഇവരുടെ ടെക്നോളജി എന്താണ്, ഇവരുടെ മാനേജ്മെന്റ് പ്രാക്ടീസുകൾ എന്താണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ
നമ്മുടെ കമ്പനീസിനും വളരാനൊരു അവസരമായിട്ടാണ് അത് എപ്പോഴും എടുക്കുന്നത്, റൈറ്റ്? അപ്പൊ പുറത്തുനിന്നുള്ള കമ്പനീസ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തേക്കും പോകുമ്പോൾ ആ രാജ്യത്തുള്ള കമ്പനിക്കാരെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലല്ല നമ്മൾ ചിന്തിക്കുന്നത്. എപ്പോഴും ആ രാജ്യത്തിന് അത് മെച്ചമേ വരത്തുള്ളൂ. ഞാനിതൊരു ഫിലോസഫിക്കലായ രീതിയിൽ പറയുന്നത് മാത്രമല്ല, ഇത് പല രീതിയിലും എക്കണോമിക്കലിയും ഈവൻ ഇതിനെപ്പറ്റി പല ആർഗ്യുമെന്റ്സും വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫാക്ട് പോലെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം പല രാജ്യത്തിൽ ഇന്ത്യയിലേക്ക് അങ്ങനെ പല കമ്പനീസ് വന്നു. ആ കമ്പനീസ് വന്നതുകൊണ്ട് ഇന്ത്യയിലുള്ള കമ്പനീസിനെ തന്നെ ഗ്രോ ചെയ്യാൻ, അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സാധിച്ചു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. വേറൊരു ഗുണം ഇങ്ങനെ കമ്പനീസ് വരുന്ന സമയത്ത്, ഇപ്പൊ ടൊയോട്ട കമ്പനി ഇന്ത്യയിലേക്ക് വരികയാണ്, അതിന്റെ കുറെ പേര് അവർ ജോലി കൊടുക്കുകയാണെന്നുള്ളതാണ് നടക്കുന്ന ഒരു കാര്യം, റൈറ്റ്? അവരുടെ ജപ്പാനിലുള്ള ആൾക്കാരെ അല്ലല്ലോ ഇവിടെ കൊണ്ടുവരുന്നത് പലപ്പോഴും അവർ ജോലി ചെയ്യുന്നത്. ഇവിടെയുള്ള ആൾക്കാരാണ് ലോക്കലി അവർ ജോലി ചെയ്യും. ഒരുപക്ഷെ അപ്പർ മാനേജ്മെന്റും സീനിയർ ലെവൽ ആൾക്കാരൊക്കെ ഒരുപക്ഷെ ജാപ്പനീസ് ആൾക്കാരായിരിക്കാം. പക്ഷേ ബൾക്ക് ഓഫ് ആൾക്കാരെ അവർ ജോലി കൊടുക്കുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും. വേറൊരു രീതി എന്ന് പറഞ്ഞാൽ, ഇവർ ഇത്രയും പേർക്ക് ജോലി കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് വേണം, യാത്ര ചെയ്യാൻ പറ്റണം അവരുടെ ഫാക്ടറിയിലേക്ക്. അല്ലെങ്കിൽ ഫാക്ടറി ഉണ്ടാക്കാനുള്ള സിമെന്റ്, ബ്രിക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ വേണം. അല്ലെങ്കിൽ ഫാക്ടറിയിലുള്ള ആൾക്കാർക്ക് ഫുഡ് വേണം, അങ്ങോട്ടേക്ക് ഇലക്ട്രിസിറ്റി വേണം. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ അവിടെ ഉള്ള ഈ കാറുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ കാറുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ട്രക്കുകൾ വേണം. അങ്ങനെ പല കാര്യങ്ങളും ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അതിന് നട്ട്, ബോൾട്ട്, സ്ക്രൂ, അങ്ങനത്തെ പല സാധനങ്ങളും വേണം. അത് ചിലപ്പോൾ ഇന്ത്യയിലെ കമ്പനികളിൽ നിന്നായിരിക്കും മേടിക്കുക. സോ ആ സപ്ലൈ ചെയിൻ മുഴുവനും ഇന്ത്യയിലുള്ള പല കമ്പനികൾക്കായിരിക്കും അത് ബെനിഫിറ്റ് ആയിട്ട് വരിക. കാരണം അടുത്തുള്ള കമ്പനികളിൽ നിന്നായിരിക്കുമല്ലോ അവരിതെല്ലാം മേടിക്കുക, അല്ലെങ്കിൽ ഫുഡ് മേടിക്കുക, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ്. സോ ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ഇന്ത്യയിലെ ആൾക്കാർക്ക് അത് ഗുണം ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. എങ്ങനെ അത് ഗുണം ചെയ്തു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇത് കൂടാതെ വേറൊരു കാര്യം നടന്നത്, ഇന്ത്യയിലെ ആ സമയത്ത് പബ്ലിക് സെക്ടർ കമ്പനികൾ ഒത്തിരി ഉണ്ടായിരുന്നു, PSUs. ഇന്നും ഇന്ത്യയിൽ അത് ഒത്തിരി ഉണ്ട്. പക്ഷേ അന്നത്തെ അവസ്ഥയിൽ അത് അതിനേക്കാളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ തമാശ. ഈ പബ്ലിക് സെക്ടർ കമ്പനികളെ പലതിനെയും പ്രൈവറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസിൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന്റെ ഒരു തീരുമാനം. ആ തീരുമാനം മൊത്തത്തിൽ ഗവൺമെന്റിന് ഫോളോ ത്രൂ ചെയ്യാൻ 991 ശേഷം ഇന്ന് വരെ സാധിച്ചിട്ടില്ല. എങ്കിലും അന്ന് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കമ്പനികളുടെയെങ്കിലും മേജർ സ്റ്റേക്കുകൾ, ഗവൺമെന്റ് ഉണ്ടായിരുന്ന സ്റ്റേക്കുകൾ ഗവൺമെന്റ് വിറ്റു, റൈറ്റ്? ഇപ്പൊ BPCL, HMT, ഭാരത് ഇലക്ട്രോണിക്സ് എടുക്കുക, ഹിന്ദുസ്ഥാൻ സിങ്ക്, അങ്ങനെ പല കമ്പനികളുടെയും ഗവൺമെന്റ് ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റേക്കുകളെങ്കിലും ഗവൺമെന്റ് വിറ്റു. അതായത് ഗവൺമെന്റ് അതിനകത്ത് പ്രൈവറ്റ് പാർട്ടികളെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. സോ ഗവൺമെന്റിന് കുറച്ച് പൈസ ഉണ്ടാക്കാം, പ്രൈവറ്റ് ആൾക്കാർക്ക് അവരുടെ മാനേജ്മെന്റ് കൊണ്ടുവന്നിട്ട് അതിനെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കാം എന്നുള്ളത്, റൈറ്റ്? കൂടാതെ ഗവൺമെന്റ് ചെയ്തൊരു വേറൊരു കാര്യം, 1991 നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 17 സെക്ടറുകൾ ഗവൺമെന്റിന് മാത്രമേ അതിനകത്ത് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള റിസർവ്ഡ് ആയിരുന്നു. ഗവൺമെന്റ് മൊണോപ്പൊളൈസ് ആയിരുന്നു ഈ സെക്ടേഴ്സ്, റൈറ്റ്? ഇപ്പൊ സ്റ്റീല്, ഹെവി എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കെമിക്കൽ സെക്ടർ, അങ്ങനെ പല സെക്ടറുകളും ഗവൺമെന്റ് മൊണോപ്പൊളി ആയിരുന്നു. അവിടെ ഗവൺമെന്റ് മാത്രമേ ഇടപെടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ടെലികോം, അങ്ങനത്തെ സെക്ടറുകളൊക്കെ. അപ്പൊ 91 ശേഷം ഗവൺമെന്റ് അതിനകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു 17-നകത്ത് 9 മറ്റോ ഗവൺമെന്റ് അത് ബാക്കിയുള്ളവർക്കും ഈ സെക്ടറിലേക്ക് വരാം എന്ന് പറഞ്ഞു, റൈറ്റ്? അപ്പൊ ടെലികോം സെക്ടർ അന്നും അതിനുശേഷം ഒക്കെ ലിബറലൈസ് ചെയ്തതുകൊണ്ടാണ്. 91 നടന്ന സംഭവമല്ല, എങ്കിലും BSNL ഉണ്ടായിരുന്ന ഒരു സെക്ടറിനകത്തോട്ട് എയർടെൽ, ജിയോ, ഹച്ച്, വോഡഫോൺ, അങ്ങനത്തെ പല കമ്പനികൾക്കും വരാൻ സാധിക്കുന്ന പോലെ അന്ന് 17 സെക്ടർ ഉണ്ടായതിനകത്ത് 9 സെക്ടറുകൾ ഗവൺമെന്റ് വേറെ ആൾക്കാർക്കും വരാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രൈവറ്റ് കമ്പനികൾക്കും സ്റ്റീലിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനകത്തും ഹെവി എഞ്ചിനീയറിംഗിനകത്തും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിലൊക്കെ അവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊരു സംഭവമാണ് അതിന് ശേഷം വന്നത്. അങ്ങനെ പ്രൈവറ്റൈസ് ചെയ്ത പല സെക്ടേഴ്സിനകത്തും പല ഉപകാരങ്ങളും ഉണ്ടായ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ മുമ്പ് ഒരു എപ്പിസോഡിനകത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കേരള എക്കണോമിനെ പറ്റി ഞങ്ങൾ സംസാരിച്ച എപ്പിസോഡിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുതിയ സെക്ടറുകളും അതിനകത്തോട്ട് പുതിയ പ്രൈവറ്റൈസേഷനും പുതിയ പ്രൈവറ്റ് പ്ലെയേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, ഈ പ്രൈവറ്റ് പ്ലെയേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് കുറച്ച് കൂടുതൽ റെഗുലേറ്റേഴ്സിന്റെ ആവശ്യമുണ്ട് ഗവൺമെന്റിൽ. അങ്ങനെയാണ് ആ സമയത്ത് സെബി സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാനും അതിനെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനും സെബി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രായ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ടെലികമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിനെ നോക്കാൻ വേണ്ടി. IRDI, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ കുറച്ച് റെഗുലേറ്റേഴ്സിനെയൊക്കെ വരുന്ന വർഷങ്ങളിൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇതും ആ സമയത്ത് നടന്നൊരു കാര്യമാണ്. പ്രൈവറ്റൈസേഷൻ മാത്രം നടന്നാൽ പോരാ, പ്രൈവറ്റ് പ്ലെയേഴ്സിനെ മാത്രം കൊണ്ടുവന്നാൽ പോരാ, അവരെ റെഗുലേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അവർക്കുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും വേണ്ടി കുറച്ച് റെഗുലേറ്റേഴ്സിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെന്റ് തുടങ്ങുന്നു. സോ ഈ 91 ശേഷമുള്ള റിഫോംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിനുശേഷം ഏകദേശം കുറെ വർഷങ്ങൾ കഴിഞ്ഞു. മൊത്തത്തിലൊരു അനാലിസിസ് ഞങ്ങൾക്ക് ഇപ്പം നടത്തുന്നില്ല, പക്ഷെങ്കിലും അതിനുശേഷമുള്ള കുറച്ച് നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, 91 മുമ്പ് ഇന്ത്യയുടെ ഒരു ആവറേജ് GDP ഗ്രോത്ത് ഓൾമോസ്റ്റ് 5% ആയിരുന്നു ഏകദേശം. 90കൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിഫോം വന്നതിന് ശേഷം അത് 6.5% ഉയർന്നു. 2000ങ്ങളിലും ആ സമയത്തൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് 7.5%, 8.5%-ലോട്ടൊക്കെ അത് കൂടുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. അത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് ആ സമയത്ത് നടന്നു. ഇന്ത്യയിലെ പല എക്കണോമിസ്റ്റുകളും പറയുന്നത്, ഇന്ത്യയിൽ 1% GDP ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്ത് ഓൾമോസ്റ്റ് 2 മില്യൺ ആൾക്കാരാണ് പോവർട്ടിയിൽ നിന്ന് കരകയറുന്നു എന്നുള്ളതാണ്, റൈറ്റ്? നിതിൻ പയൊക്കെ പറഞ്ഞ കാര്യം ആനന്ദ് മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം 1% ഗ്രോത്തിനകത്ത് ഒരു വർഷം 1% GDP ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ 2 മില്യൺ ആൾക്കാരെയാണ് ഇന്ത്യക്ക്
പോവർട്ടിന്ന് കരകയറ്റാൻ പറ്റുന്നെങ്കിൽ ഈ വർഷങ്ങളിൽ നമുക്ക് ഇത്രയും ഗ്രോത്ത് ഉണ്ടാവാൻ കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് 30 ഇയേഴ്സ് നമുക്ക് 5% മുകളിലോട്ട് ഒത്തിരി മുകളിലോട്ട് ഏകദേശം 5% മുകളിലോട്ട് 6.5 7.5 8.5 നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ സാധിച്ചത് ഇന്ത്യയിൽ നിന്ന് ഒത്തിരി ആൾക്കാരെ പോവർട്ടിന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളതിന്റെ വലിയൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം നമ്മൾ ഈ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി പ്രൈവറ്റ് കമ്പനീസ് എക്കണോമിയിലേക്ക് വരുന്നു. അതിനുശേഷം എക്കണോമിക് റിഫോംസിന് ശേഷം ഒത്തിരി സെക്ടേഴ്സിലേക്ക് പുതിയ പ്രൈവറ്റ് കമ്പനീസ് വരുന്നു. ഉണ്ടായിരുന്ന പ്രൈവറ്റ് കമ്പനീസ് ഗ്രോ ചെയ്യുന്നു. എക്സ്പോർട്സ് ഒത്തിരി നടക്കുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഒത്തിരി ടാക്സുകൾ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഇതിനു മുമ്പ് ഗവൺമെന്റ് ഒത്തിരി ബോറോയിങ്ങിനകത്തും ഒക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തതെങ്കിൽ ഗവൺമെന്റ് ഒത്തിരി ടാക്സ് ഇപ്പൊ കിട്ടാൻ തുടങ്ങി. ഗവൺമെന്റ് വരുമാനം കൂടാൻ തുടങ്ങി. ഗവൺമെന്റ് വരുമാനം കൂടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗവൺമെന്റിന് എഡ്യൂക്കേഷനകത്തും ഇൻഫ്രാസ്ട്രക്ചറിനകത്തും ഹെൽത്തിനകത്തും ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഒത്തിരി വർദ്ധിച്ചു. റൈറ്റ്. പലപ്പോഴും പലരും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2% 1.5% ഒക്കെ ഇന്ത്യ വർഷങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എഡ്യൂക്കേഷണൽ ഹെൽത്തിൽ എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഈ 91 ശേഷം 91 മുമ്പും ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1.5% ഓഫ് GDP എന്ന് പറയുന്ന വാല്യൂ അതിന്റെ ഒരു അബ്സലൂട്ട് വാല്യൂല് ഭയങ്കര വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് 91 ഒക്കെ സമയത്ത് ഉണ്ടായിരുന്ന എഡ്യൂക്കേഷനിൽ സ്പെൻഡ് ചെയ്തതിന്റെ 4 ഇരട്ടിയാണ് അതിനുശേഷമുള്ള വർഷങ്ങൾ ഗവൺമെന്റ് എഡ്യൂക്കേഷനിൽ സ്പെൻഡ് ചെയ്തത്. ഹെൽത്തിലും ഏകദേശം 4 ഇരട്ടിയാണ് സ്പെൻഡ് ചെയ്തത്. 2000ങ്ങളിലൊക്കെ വന്നിരുന്ന NDAയുടെ വാജ്പേയി ഗവൺമെന്റും അതിനുശേഷം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒത്തിരി സ്പെൻഡ് ചെയ്തിരുന്നു. അതും എത്രയോ 4-5 ഇരട്ടിയാണ് ഗവൺമെന്റ് ഡെവലപ്മെന്റിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. സോ ഈവൻ ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങിനകത്ത് തന്നെ ഹെൽത്തിനകത്തും എഡ്യൂക്കേഷനകത്തുള്ള ഗവൺമെന്റ് സ്പെൻഡിങ്ങിനകത്ത് തന്നെ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള കാരണം ഗവൺമെന്റ് ഒത്തിരി ടാക്സ് കിട്ടാനും ആ ടാക്സ് കിട്ടാനുള്ള കാരണം കൂടുതൽ പ്രൈവറ്റ് പ്ലേയേഴ്സ് വരാനും അതിനുള്ള കാരണം 1991 എക്കണോമിക് റിഫോംസ് എന്നുള്ളതാണ് സംഭവം. റൈറ്റ്. സോ ഇതൊക്കെയാണ് ബേസിക്കലി 1991 എക്കണോമിക് റിഫോംസിന്റെ സമയത്ത് സംഭവിച്ചത്. അതിന്റെ ഗുണങ്ങൾ എന്താണെന്നും അത് സംഭവിച്ചതിനെ പറ്റിയുള്ള എന്റെ അഭിപ്രായങ്ങളൊക്കെയാണ് ഞാനൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. സോ യാ. എനിക്ക് തോന്നുന്നു നിങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ഒരു പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു IT സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ഈ ഒരു 1991 റിഫോംസ് തന്നെയാണ്. കാരണം കുറേയധികം പേർക്ക് ജോലി കിട്ടി എന്നൊക്കെയുള്ളത് തന്നെ വളരെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോണിൽ പറഞ്ഞ പോലെ മില്യൺസ് ഓഫ് ആൾക്കാരാണ് പോവർട്ടിയിൽ നിന്ന് ഇന്ത്യ പൊക്കിക്കൊണ്ടുവന്നത് ആ ഒരു റിഫോംസ് കാരണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു മൊമെന്റ് ആയിരുന്നു 1991. അതിനുശേഷം ഇന്ത്യ കുറച്ചും കൂടി ഒരു ബെറ്റർ രാജ്യമായി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോ ആനന്ദേ, അപ്പൊ 991 റിഫോംസ് കഴിഞ്ഞിട്ട് ഏകദേശം ഇന്ന് 30 വർഷം 35 വർഷമായി. പക്ഷേ ഇപ്പോഴും 991 റിഫോംസിനെ പല രീതിയിലും മോശമായി കാണുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് 1991 മുമ്പോട്ട് പോകണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്താണ് ലോജിക് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ആ റിഫോംസ് അവിടെ നിൽക്കുക എന്നുള്ളതല്ല, അതിനെക്കാട്ടും കൂടുതൽ റിഫോംസ് അതിനകത്തുനിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ റിഫോംസ് ഇന്ത്യയിൽ സംഭവിക്കണം എന്നുള്ള അഭിപ്രായമുള്ളവരാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ റിഫോംസ് ആണ് മുന്നോട്ട് നടക്കേണ്ടത്? 1991 നമുക്ക് എന്ത് പാഠം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസരത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ റിഫോംസ് ആണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്നുള്ള ആനന്ദിന്റെ അഭിപ്രായം ഒന്ന് പറയാൻ പറ്റുമോ ഈ 991 കോണ്ടെക്സ്റ്റ്? നമ്മൾ പറഞ്ഞു ഈ റിഫോംസ് ഒക്കെ ഉണ്ടായത് നരസിംഹറാവു ഗവൺമെന്റിന്റെ സമയത്താണ്. അതിനുശേഷം വന്ന വാജ്പേയി ഗവൺമെന്റും ഇത് കുറെയൊക്കെ കണ്ടിന്യൂ ചെയ്തു എന്നൊക്കെയുള്ളതാണ് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം. കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു കോണ്ടാക്ട് വളരെ സജീവമായിരുന്നു ആ സമയത്ത്. അപ്പോൾ വാജ്പേയിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം ആൾക്കാർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ഈ മോണ്ടക് സിംഗ് ആലുവാലിയും അതേപോലത്തെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ. അതിനുശേഷം വന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റും കുറേയധികം ഇത് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഇപ്പോഴൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഗ്രോത്തും സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഈ റിഫോം ട്രജക്ടറിയും ഒക്കെ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഈ റിഫോംസ് വളരെ കുറച്ച് ഏരിയാസിൽ മാത്രം ചുരുങ്ങിപ്പോയി എന്നൊക്കെ ഒരു ഒപ്പീനിയൻ എനിക്കുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് അങ്ങനത്തെ ഏരിയാസ് നോക്കാം എന്തൊക്കെയാണ് ഇനി ഫെർദർ റിഫോം ചെയ്യേണ്ടത്. കാരണം നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത്രയൊന്നും വളർന്നാൽ പോരാ എന്നൊക്കെയുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. നമ്മൾ ചൈനനേക്കാളൊക്കെ വളരേണ്ട ഒരു രാജ്യമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ചും കൂടി ഏരിയാസ് നോക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ആദ്യമായിട്ട് സോണിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞു. അതിനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പലയിടത്തും പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട്. പ്യൂർലി ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ കുറച്ച് പ്രൈവറ്റ് സെക്ടറിനൊക്കെ കൊടുക്കുക എന്നൊക്കെയുള്ളത്, കുറച്ച് പെർസെന്റേജ് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുക എന്നൊക്കെയുള്ളതൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1991 236 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഉള്ളതെങ്കിൽ 2024-25 ഒരു സർവേ നടന്നപ്പോൾ 475 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് യൂണിയൻ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി നമ്പേഴ്സ് കൂടി, ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കുറവായിരിക്കും ഗവൺമെന്റ് നടത്തുന്നത്, പക്ഷെ നമ്പേഴ്സ് എന്തായാലും കൂടിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ പല എപ്പിസോഡുകളിലായിട്ട് പറയുന്നുണ്ട് ഗവൺമെന്റ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്.
ഇപ്പൊ ഒരു പ്രൈവറ്റ് സെക്ടർ നല്ലോണം ചെയ്യുന്ന ഒരു ഏരിയയിൽ ഗവൺമെന്റും പോയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പലപ്പോഴും. പക്ഷെ എന്നാലും നമ്മൾ ഹോട്ടലുകൾ നടത്തുന്നു, ക്യാബ് സർവീസുകൾ നടത്തുന്നു. അങ്ങനത്തെ കുറെ അധികം എക്സാമ്പിൾസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയധികം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആവശ്യമൊന്നും ഇന്ത്യയിലില്ല. ഇത് കുറച്ചും കൂടി നോക്കിയിട്ട് ഗവൺമെന്റ് കുറച്ചും കൂടി ആ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സംഭവം കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെയുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. അതാകുമ്പോൾ കുറച്ചും കൂടി ഗവൺമെന്റ് സ്റ്റാഫിനെയും ഗവൺമെന്റ് റിസോഴ്സസിനെയൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഏരിയകളിൽ മാത്രം വിനിയോഗിക്കാൻ പറ്റും. അത് ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടന്റും ആണെന്ന് നമ്മൾ കുറച്ച് മുന്നേയുള്ള എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു. കാരണം ഇന്ത്യക്ക് അത്രയധികം ആൾക്കാരും അത്രയധികം റിസോഴ്സസ് ഒന്നും ഇല്ല എല്ലായിടത്തും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട് എന്നൊക്കെയുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ലേബർ മാർക്കറ്റിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ റിഫോംസ് വന്നതൊക്കെ മിക്കവാറും മാർക്ക് കമ്പനി തുടങ്ങാം, കമ്പനി തുടങ്ങുന്നത് കുറച്ചും കൂടി ഈസി ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ്. പക്ഷെ തൊഴിലാളികളുടെ ഇടയിലുള്ള റിഫോംസ്, അതായത് തൊഴിൽ കോഡുകളൊക്കെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുക, ലേബർ ഉം. ലോസ് ഒക്കെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുക, ആൾക്കാരെ ഹയർ ചെയ്യുന്ന പ്രോസസ് കുറച്ചും കൂടി ഈസി ആക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ അത്രയധികം ഫോക്കസ് ചെയ്തിട്ടില്ല ഈ റിഫോംസ്. അതിനുശേഷം വന്ന മിനിസ്ട്രീസും അത് അത്രയധികം അറ്റൻഷൻ കൊടുത്തിട്ടില്ല. അതിന് ഓബ്വിയസ് ആയിട്ട് കുറെ റീസൺസ് ഉണ്ട്. കാരണം പെട്ടെന്ന് ലേബർ ലോസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളെല്ലാം പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നൊക്കെയുള്ള ഒരു ഫാക്ടർ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 98% ഇൻഡസ്ട്രീസ് ഇപ്പോഴും 10 എംപ്ലോയീസിനെക്കാളും താഴെയായിട്ടാണ് നടക്കുന്നത്. ഉം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 10 എംപ്ലോയീസ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് മിക്കവാറും ലേബർ ലോസും വരിക എന്നുള്ളതാണ്. അപ്പൊ പലരും ഉം. 9 എംപ്ലോയീസ് എത്തുമ്പോൾ അവിടെ നിർത്തുകയാണ്. 10ാമതൊരാളെ ഹയർ ചെയ്യാൻ പറ്റുമെങ്കിലും അവര് എക്സിസ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസിന് തന്നെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഉം. 10ാമത്തെ ഒരാളെ ഹയർ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കോസ്റ്റുകളാണ്. ഇവർക്ക് ചിലപ്പോൾ ഇൻഷുറൻസ് കൊടുക്കേണ്ടി വരും, PF കൊടുക്കേണ്ടി വരും, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉം. വരും. അപ്പൊ ആരും ആ 10ാമത്തെ എംപ്ലോയിനെ ഹയർ ചെയ്യുന്നില്ല. അപ്പൊ ഒരാൾക്ക് ഒരു ജോലി നഷ്ടപ്പെടുകയാണ് അവിടെ. കുറെ അധികം പേർക്ക് അങ്ങനെ ഇന്ത്യയിൽ ജോലി നഷ്ടപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ബിസിനസ്സുകൾ അത്രയധികം സ്കെയിൽ ചെയ്യുന്നില്ല, വലുതാവുന്നില്ല. നമ്മൾക്ക് എപ്പോഴും വലിയ ഉം. കമ്പനികളും വലിയ ഇൻഡസ്ട്രികളും ഉള്ള ഒരു രാജ്യമായി മാറണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി കുറച്ചും കൂടി ലേബർ ലോസ് സിംപ്ലിഫൈ ചെയ്യുക, അതിന് വേണ്ട എഫേർട്സ് ഗവൺമെന്റ് ഇടുക എന്നൊക്കെ ഉള്ളതുമുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് റിഫോം ആണ് ഇനി വരും കാലങ്ങളിൽ ഇന്ത്യ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഒരു സംഭവം, അഗ്രികൾച്ചറിൽ ഇങ്ങനത്തെ ഒരു റിഫോംസും ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. നമ്മൾ ഇപ്പോഴും 47 എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും അഗ്രികൾച്ചർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ഫാക്ടർ ഉണ്ട്. പലപ്പോഴും ഈ അഗ്രികൾച്ചർ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ്. അതായത് ഓരോ സംസ്ഥാനങ്ങളാണ് ഇതിന് നിയമം കൊണ്ടുവരേണ്ടത്. അപ്പൊ കേരളത്തിൽ അത്രയധികം നമുക്ക് കാണാൻ പറ്റില്ല ഇതിന്റെ ഇമ്പാക്ട് എത്രയാണെന്നുള്ളത്. പക്ഷേ ഇപ്പൊ ഹരിയാനയിൽ പോയാലോ പഞ്ചാബിൽ പോയാലോ അവിടെയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് ഈ ഒരു സിസ്റ്റം, അവിടുത്തെ ലീഗൽ സിസ്റ്റം. അവിടെ ഈ APMC എന്നൊക്കെ പറഞ്ഞിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് മാർക്കറ്റ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. അവർക്ക് മാത്രമേ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ നിയമമുണ്ട്. അതായത് ഞാനൊരു കർഷകനാണെങ്കിൽ എനിക്ക് APMCയിൽ മാത്രമേ എന്റെ പ്രൊഡക്ട്സ് വിൽക്കാൻ പറ്റുള്ളൂ. അതിനേക്കാളും കൂടുതൽ ഉം. പൈസ വേറൊരു പ്രൈവറ്റ് ആൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ വരെ എനിക്ക് അവർക്ക് വിൽക്കാൻ പറ്റില്ല. എനിക്ക് ഇവിടെ ഉം. മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. വളരെ സ്ട്രിക്റ്റ് ആണ് ആ നിയമങ്ങൾ. അപ്പോൾ ഒരു ഫാർമറിനുള്ള ഫ്രീഡം കുറെ അധികം കുറക്കുന്നതാണ്. അതേപോലെ എസെൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ പ്രൊഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ ലീഗൽ കേസ് ഒക്കെ എടുക്കാം. അത് ഞാൻ ഹോർഡ് ചെയ്യാണ്, ഞാൻ പൈസ കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് എന്നൊക്കെയുള്ളതാണ് ഗവൺമെന്റ് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾക്ക് സ്റ്റോർ ചെയ്യാതെ പെട്ടെന്ന് വിറ്റ് കളയാനാണ് പല കർഷകരും നോക്കുന്നത്. വളരെ പൈസ കുറവാണെങ്കിലും ഭാവിയിൽ പൈസ കൂടുന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതേപോലെ ഉം. കോൺട്രാക്ട് ഫാർമിംഗ് ഇപ്പോഴും അവൈലബിൾ അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലേസ് ഒക്കെ ഉണ്ടാക്കുന്നത് പെപ്സിക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇപ്പൊ ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാണ്, ഞാൻ ലേസ് പറയാണ് കുറെ അധികം നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങൾ കുറച്ച് ഉരുളക്കിഴങ്ങ് നടൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ആ കോൺട്രാക്റ്റിൽ പോകാൻ പറ്റില്ല. കാരണം കോൺട്രാക്ട് ഫാർമിംഗ് ഇന്ത്യയിൽ ഇപ്പോഴും നടക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഉം. അഗ്രികൾച്ചറിലും ഇങ്ങനെ പല അധികം പ്രശ്നങ്ങളുണ്ട്. വലിയൊരു റെഗുലേറ്ററി ബേർഡൻ ആണ് പല ഫാമേഴ്സും ഫേസ് ചെയ്യുന്നത്. നമ്മൾ പല എപ്പിസോഡുകളിലായി പറഞ്ഞു, അഗ്രികൾച്ചർ ആണ് ഇന്ത്യയുടെ ഇപ്പോഴും ഒരു വലിയൊരു എംപ്ലോയ്മെന്റ് സോഴ്സ്. 40% ആൾക്കാരും, പലരും ഡിസ്ട്രസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, വേറൊരു നിവൃത്തിയില്ലാതെ അവർക്ക് വേണ്ട സംഭവങ്ങൾ മാത്രം കൃഷി ചെയ്യുന്നവരാണ്. പക്ഷെ എന്നിരുന്നാലും ഈ 40% ആൾക്കാരെ പൊക്കിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറിൽ കുറച്ചും കൂടി റിഫോംസ് ആവശ്യമുണ്ട്. അതുവഴിയേ ഈ ഫാർമേഴ്സിന് കുറച്ചും കൂടി ഫ്രീഡം കിട്ടുള്ളൂ, കുറച്ചും കൂടി ഇൻകം കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാവുള്ളൂ ഈ പ്രൈവറ്റ് സെക്ടറും കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എന്നൊക്കെയുള്ളതാണ് ഒരു ഫീലിംഗ്. അപ്പോൾ ഈ റിഫോംസ് പലപ്പോഴും അഗ്രികൾച്ചർ സെക്ടറിൽ എത്തിയിട്ടില്ല എന്നൊക്കെയുള്ളതും ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട്. പിന്നെയുള്ളത് ലാൻഡ് മാർക്കറ്റിലുള്ള ഒരു റിഫോമാണ്. നമ്മൾ ഇത് ഡ്രീം പോളിസീസ് ഒക്കെ പറയുന്ന എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു. കേരളത്തിൽ ഫോർ ഇൻസ്റ്റൻസ് അഗ്രികൾച്ചർ ലാൻഡ് ഒന്നും ഈസിലി ഇൻഡസ്ട്രീസിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതിന് കുറെ അധികം ലിമിറ്റേഷൻസ് ഉണ്ട്. കൃഷിസ്ഥലം പെട്ടെന്ന് ബിസിനസ്സുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. അത് പലപ്പോഴും അഗ്രികൾച്ചർ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൃഷി നമ്മളുടെ സൗന്ദര്യമായിട്ടുള്ള കാര്യമാണ്, അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചുള്ള റൊമാൻറ്റിക് ഐഡിയാസ് കാരണമായിരിക്കാം. പക്ഷെ ഒരു ലാഭകരമല്ലാത്തൊരു കൃഷിക്കാരനെ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് അത് വിൽക്കാൻ കൂടി പറ്റില്ല. അയാൾ ഫോഴ്സ് ടു കണ്ടിന്യൂ ഫാമിംഗ് എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ലാൻഡ് മാർക്കറ്റിൽ കുറച്ചും കൂടി ഈസിയർ ആക്കുക.
ഇപ്പൊ സോണിൽ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ പറഞ്ഞു ഒരു ലാൻഡ് ബാങ്ക് ഒക്കെ കേരളം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതുവഴിയൊക്കെ കുറച്ചും കൂടി ഈസി ആക്കുക ലാൻഡ് ട്രാൻസാക്ഷൻസ്, കുറച്ചും കൂടി ലീസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക. അവസാനമായി എനിക്ക് തോന്നുന്നത് ടാക്സിലും കുറേയധികം റിഫോംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കുറച്ചും കൂടി റിഫോം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GST പോലത്തെ നിയമങ്ങൾക്ക് കൊണ്ടുവന്നത്. GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സ് ആണ്. അതായത് ഇൻകം ടാക്സ് പോലെയല്ല, എല്ലാവരുടെയും യൂണിഫോം ആയിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്. ഇപ്പോ ഞാനൊരു പാർലേജി ബിസ്ക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാലും തെരുവിൽ കിടക്കുന്ന ഒരാൾ പാർലേജി ബിസ്ക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അയാൾ സെയിം ടാക്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ വളരെ വലിയൊരു ടാക്സ് ബർഡൻ പലർക്കും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇൻഡയറക്ട് ടാക്സസ്. എല്ലാവരും ഇൻഡയറക്ട് ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ടാക്സ് റേറ്റ്സ് ഒക്കെ കുറക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് GST കൊണ്ടുവന്നത്. ആക്ച്വലി നല്ലൊരു പെർസ്യൂട്ട് ആണത്. പക്ഷേ അതിപ്പോഴും ആ ടാക്സ് ബേർഡൻ കുറക്കുന്നതിലേക്കോ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുന്നതിലേക്കോ നയിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ റൈറ്റ് ഡയറക്ഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ അതൊന്ന് കുറച്ചും കൂടി റിഫോം ചെയ്യുക, ടാക്സ് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് കുറേയധികം ടാക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. നമ്മൾ ഗവൺമെന്റ് കുറേയധികം ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്, ഇവർക്കൊക്കെ സാലറി കൊടുക്കാനും പലതും ഈ പ്രോഫിറ്റബിൾ അല്ലാതെയും ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് വഴിയാണ്. അപ്പോൾ ഈ ടാക്സ് ബർഡൻ കുറക്കണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ഒരു ഫാക്ടർ ആവും തോന്നുന്നുണ്ട് അതിൽ. പക്ഷെ ഇതൊക്കെയാണ് വരും കാലങ്ങളിൽ ഗവൺമെന്റ് ചെയ്യേണ്ട കുറച്ചും കൂടിയുള്ള റിഫോംസ് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കുറച്ച് റിഫോംസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വളരെയധികം ഒരു ഗ്രോത്ത് ട്രജക്ടറിയിലൂടെയാണ് പോയത്. ഇന്ത്യ വളരെയധികം വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുറേയധികം ആൾക്കാരെ പോവർട്ടിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇങ്ങനത്തെ കുറച്ച് റിഫോംസും കൂടി ഇതിൽ കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ. ഇൻട്രസ്റ്റിംഗ്. അപ്പൊ നമ്മള് 99 റിഫോംസിന്റെ കഥയാണ് ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ പറയാന്ന് വിചാരിച്ചത്. എന്താണ് 99 റിഫോംസ്? എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിന്റെ ആവശ്യം വന്നത്? റിഫോംസിന്റെ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? മുന്നോട്ട് ഇതെങ്ങനെ നമുക്ക് തുടരാം? എന്നുള്ള കുറച്ച് സജഷൻസ് ആണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ പല എപ്പിസോഡുകളിലും ഈ 99 റിഫോംസ് ഇങ്ങനെ പറയാറുണ്ടെങ്കിലും എന്താണ് അതെന്ന് പലരും ചോദിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാന്ന് വിചാരിച്ചത്. ഇതിനെപ്പറ്റി പല ഇൻട്രസ്റ്റിംഗ് ആയ റീഡിങ്സും ഉണ്ട്. എസ്പെഷ്യലി ആനന്ദ് നേരത്തെ പറഞ്ഞ 991 പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് മെർക്കാറ്റർ സെന്ററിൽ ശ്രുതി രാജഗോപാലൻ ലീഡ് ചെയ്യുന്ന ഒരു വർക്കുണ്ട്. അവർക്ക് ഓൺലൈൻ ആയിട്ടൊരു ഒരു വെബ്സൈറ്റും അങ്ങനെ പല വീഡിയോസും ആർട്ടിക്കിൾസും എസ്സേസ് ഒക്കെ ഉണ്ട്. സോ അതിനെപ്പറ്റി ഇഷ്ടമുള്ളവർക്ക് കേൾക്കാനും കാണാനും വായിക്കാനും പറ്റുന്ന ഏറ്റവും അടിപൊളി സോഴ്സ് 991 പ്രൊജക്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ബുക്സിന്റെയും പേപ്പേഴ്സിന്റെയും ഒക്കെ ലിങ്ക്സ് ഞങ്ങൾ ഷോ നോട്ട്സ് തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും 991 റിഫോംസിനെ പറ്റി പറയുക, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അതും കമന്റ്സിൽ പറയുക. അടുത്ത ആഴ്ച വീണ്ടും ഒരു എപ്പിസോഡായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.